من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന പാഠം തൗബയെക്കുറിച്ചാണ്. കഴിഞ്ഞ പാഠം ഇഖ്ലാസായിരുന്നു. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുമെല്ലാം ചിന്തകളിലുമൊക്കെ ആത്മാർത്ഥതയുണ്ടാകണം. അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ ആത്മാർത്ഥതയോടുകൂടെ ആവണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇഖ്ലാസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇഖ്ലാസിൻ്റെ പാഠം ആദ്യം കൊണ്ടുവന്നതിലൂടെ രണ്ടാമത്തെ അധ്യായം തൗബയെക്കുറിച്ചാണ്. ബാബുൻ ഫി തൗബത്തി, തൗബയിൽ പറയുന്ന അധ്യായമാണ്. പശ്ചാത്താപം എന്ന് നമുക്ക് അതിന് അർത്ഥം പറയാം. ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറയുന്നു, അത്തൗബത്തു, തൗബ ചെയ്യൽ, വാജിബത്തുൻ, നിർബന്ധമാണ്, മിൻ കുല്ലി ദംബിൻ, എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഏതൊരു ദോഷം സംഭവിച്ചാലും. അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ടാവാം. രണ്ട് രൂപത്തിലാണ് ദോഷങ്ങൾ ഉണ്ടാവുക. മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ദോഷവും അള്ളാഹുവിനോട് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അതെന്തല്ല, ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് എത്തുന്ന ഒന്നുമല്ല. മനുഷ്യരോട് നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു ഉപദേശിച്ചു, അങ്ങനെ ജീവിക്കുന്നില്ല. അപ്പോൾ ആ പറഞ്ഞത് കേൾക്കാത്തത് മനുഷ്യനോടും ചെയ്യുന്ന തെറ്റാണ്, അള്ളാഹുവിനോടും ചെയ്യുന്ന തെറ്റാണ്. അപ്പം ഏത് ദോഷമായാലും ഏത് പാപമായാലും തെറ്റ് സംഭവിച്ചോ തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നുകൂടി വിശദീകരിക്കാം. ഫൈൻ കാനത്തിൽ മഅസിയത്തു, ഇനി ദോഷം ആയാൽ, ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല, അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ളതായാൽ, വലാ തതഅല്ലഖു, അത് ബന്ധിക്കുന്നില്ല, ബിഹഖി ആദമിയിൻ, ഒരു മനുഷ്യൻ്റെ അവകാശത്തിനോടും ഒരു മനുഷ്യൻ്റെ ഇടപാടുകളോടും ഒന്നും ബന്ധമില്ലാത്ത രൂപത്തിലായി അള്ളാഹുവുമായി മാത്രമാണ് അത് ഡയറക്റ്റായിട്ട് തെറ്റ് സംഭവിക്കുന്നത് എങ്കിൽ ഫലഹ, അത്തരം ദോഷങ്ങൾക്കുണ്ട് സലാസത്തു ശുറൂത്തിൻ, അത്തരം ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യുന്നതിനിക്കുണ്ട് സലാസത്തു ശുറൂത്തിൻ, 3 നിബന്ധനകളുണ്ട്. എന്നൂടി പറയാം. തൗബ, മുഴുവൻ ദോഷങ്ങൾക്കും തൗബ ചെയ്യൽ നിർബന്ധമാണ്. അള്ളാഹുവും അടിമയുമായി ഡയറക്റ്റ് ബന്ധമുള്ള തെറ്റുകൾ, ഉദാഹരണം എന്താ പറയുക, അള്ളാഹു പറഞ്ഞ ഒരു കാര്യമാണ് മദ്യപിക്കരുത്. ഇവൻ എന്ത് ചെയ്തു? മദ്യപിച്ചു. ഇനി അടിമയുമായി ബന്ധപ്പെട്ട തെറ്റാണ്, ഒരാളെ കുറ്റം പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, അത് അടിമയുമായി ബന്ധപ്പെട്ടതാണ്. പടച്ച റബ്ബുമായി ഡയറക്റ്റ് ബന്ധമുള്ള തെറ്റ്, അങ്ങനെയാണെങ്കിൽ
ആ തെറ്റിൽ നിന്നും തൗബ ചെയ്യുമ്പോൾ 3 നിബന്ധനയുണ്ട്. ഏതൊക്കെയാണ് ആ നിബന്ധനകൾ? പറയാം. ഒന്നാമത്തത് അഹദുഹ, ഒന്നാമത്തത് അയ്യുക്ലിഅ, അവൻ പിന്തിരിയലാണ്. അനിൽ മഅസിയത്തി, ദോഷത്തെ തൊട്ട് പിന്തിരിയ, ദോഷത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും പിന്തിരിയുക. വസാനി, രണ്ടാമത്തത് അയ്യന്തമ അലാ ഫിഅലിഹ, ആ ദോഷം സംഭവിച്ചതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുക. ഖേദം പ്രകടിപ്പിക്കുക. വസാലിസു, മൂന്നാമത്തത് അയ്യസിമ, അവൻ ദൃഢ പ്രതിജ്ഞയെടുക്കുക. അല്ലാ യഊദ ഇലൈഹ, തെറ്റുകളിലേക്ക് അവൻ മടങ്ങുകയില്ല എന്ന് ദൃഢമായി തീരുമാനമെടുക്കുക. അബദൻ, ഒരിക്കലും. അപ്പൊ ഈ ഒന്നാമത്തത് പറഞ്ഞത് പ്രസന്റ്, ഈ ഒന്നാമത്തെ പറഞ്ഞത് പ്രസന്റ്. ചെയ്യുന്ന ദോഷങ്ങളിൽ നിന്നും ഒഴിവാകുക. അപ്പൊ മദ്യപിക്കുന്ന ഒരാളാണ്, ഉദാഹരണം പറയാം. ഇപ്പോ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒന്ന്, ഇപ്പോൾ വർത്തമാനകാലമായി. രണ്ടാമത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപാനം എന്ന ദോഷം അവന് സംഭവിച്ചതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുക. മൂന്നാമത്തത്, അപ്പം അത് പാസ്റ്റാണ് കേട്ടോ, കഴിഞ്ഞു പോയ കാലം. മൂന്നാമത്തത്, ഇനി ഭാവിയിൽ ഒരിക്കലും ഇത്തരം മദ്യപാനം ഞാൻ ചെയ്യുകയില്ല എന്ന് ദൃഢമായ തീരുമാനം എടുക്കുക. ഇങ്ങനെ 3 നിബന്ധനകൾ വേണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഫഇൻ ഫുഖിദ, ഇല്ലാതെയാക്കപ്പെട്ടാൽ, അഹദുസ്സലാസ, ഈ പറയപ്പെട്ട 3-ൽ നിന്നും ഒന്നില്ലാതെയായി, എന്നാൽ ലം തസ്വിഹ തൗബത്തുഹു, അവന്റെ തൗബ ശരിയാകുന്നതല്ല. 3 വേണം. 3 വേണം. അവന്റെ തൗബ എന്താവില്ല? ശരിയാവില്ല. അപ്പൊ നമ്മളിപ്പോ അള്ളാഹുവിൻ്റെയും അവന്റെ അടിമയുടെയും ഇടയിലുള്ള ദോഷങ്ങൾക്കാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയോ, ഇനി അടുത്ത കാറ്റഗറി, വഇൻ കാനത്തിൽ മഅസിയതു, ദോഷം ആയിക്കഴിഞ്ഞാൽ, തതഅല്ലഖു, ബന്ധിക്കുന്നതായാൽ, ബി ആദമിയിൻ, ഒരു മനുഷ്യനോട് ബന്ധിക്കുന്നതാണ്. ഒരു മനുഷ്യനോട് ചെയ്ത തെറ്റാണ്. എന്നാൽ ഫശുറൂത്തുഹ, അപ്പോൾ ആ തെറ്റിൽ നിന്നും തൗബ ചെയ്യുന്നതിൻ്റെ ഷർത്തുകൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. അപ്പം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഒരു ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് 3 ഷർത്തുകളാണ്. എന്നാൽ മനുഷ്യനുമായും ബന്ധമുണ്ട് എങ്കിൽ അതിന് 4 ഷർത്തുകളാണ്. ഹാദിഹി സലാസത്തു, ഈ 3 എണ്ണം ഏതൊക്കെയാണ്? 4 ഏതൊക്കെയാണ്? 4 ഒന്ന് ആദ്യം പറഞ്ഞ ഈ 3 എണ്ണവും, പിന്നെ വഅയ്യബ്റഅ, അവൻ ഒഴിവാകലും, മിൻ ഹഖ് സ്വാഹിബിഹ, അവൻ്റെ കൂട്ടുകാരൻ്റെ അവകാശത്തിൽ നിന്നും ഒഴിവാകണം. കൂട്ടുകാരൻ്റെ ആളുമായിട്ട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഒഴിവാകണം. ഞാൻ എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ കുറിച്ച് അത് അൻ വന്നതുകൊണ്ടാണ് നസ്ബ് ചെയ്യുന്ന അന്നു.
അപ്പോൾ 3 നാലാമത്തത് ആ ദോഷം ചെയ്ത വ്യക്തിയുടെ, ആരോടാണോ ആ ദോഷം ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയുടെ ആ ഹക്കിൽ നിന്നും, അവകാശത്തിൽ നിന്നും ഇവൻ ഒഴിവാകണം. അവന് ചില അവകാശങ്ങളുണ്ട്. നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ എന്താണ്ടാവുക? നമ്മുടെ അമലുകൾ പൊളിയുകയും അത് അവന് വെച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് നന്മകളൊന്നുമില്ലെങ്കിലോ അവൻ്റെ തിന്മകൾ നമുക്ക് വെച്ചു തരും. അതവൻ്റെ അവകാശമാണ്. ആ അവകാശത്തിൽ നിന്നും ഇവൻ ഒഴിവാകണം. അപ്പം അതെങ്ങനെയൊക്കെ ഉണ്ടാകുക? ഇപ്പം കട്ടെടുത്തു, ഉദാഹരണം പറയാം. ഒരാളുടെ മുതൽ കട്ടെടുത്തു. അത് മനുഷ്യനുമായി ബന്ധിക്കുന്ന ഒരു തെറ്റാണ്. അപ്പോൾ അതാ ഫൈൻ കാനത്ത് മാലൻ, ആ വസ്തു മുതലാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, സാമ്പത്തികമായ എന്തോ ബാധ്യതയാണെങ്കിൽ, ഔ നഹവോ, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റെന്തോ ഒന്നാണ്, റദ്ദഹു ഇലൈഹി, അത് അവന് മടക്കി നൽകണം. ഉണ്ടാക്കുന്നൊരു പണം മോഷ്ടിച്ചു, ആ മോഷ്ടിച്ച പണം തിരിച്ചു കൊടുക്കണം, മടക്കി കൊടുക്കണം. വൈൻ കാനത്ത് ഹദ്ദ ഖദ്ഫിൻ, ഇനി ഖദ്ഫിൻ്റെ ഹദ്ദാണ്. ഖദ്ഫ്, ഓനെ കുറിച്ച് ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി, വ്യഭിചാരാരോപണം നടത്തി നോക്ക്. എന്നൊക്കെ ആരോപണത്തിനൊക്കെ ഭയങ്കര ഒരു ലെവലും ഇല്ലല്ലോ, എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞു വിടാൻ. അപ്പോൾ ഖദ്ഫുമായി ബന്ധപ്പെട്ടതാണ്, അപവാദം പറഞ്ഞു, അതിനുള്ള ശിക്ഷയാണെങ്കിൽ വനഹവ, അല്ലെങ്കിൽ അത് പോലോത്തത്. എന്നാൽ ഹദ്, ശിക്ഷ ഉണ്ട്. ഇവിടെ ഖദ്ഫിന് ഹദ്. വ്യഭിചാരാരോപണം നമ്മൾ ഒരാളെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ 80 അടി അടിക്കണം എന്നാണ്. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഓന് വ്യഭിചരിക്കണ ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്നെ എന്ത് ചെയ്യണം? 80 അടി അടിക്കണം. കള്ളു കുടിച്ചു എന്നാൽ ഇസ്ലാമിക, മറ്റേതാണ് തന്നെ കേട്ടോ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് 40 അടി അടിക്കണം. നമ്മുടെ ബുദ്ധി നശിപ്പിക്കുന്ന, ചിന്തയെ നശിപ്പിക്കുന്നതാണ് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇസ്ലാം സംരക്ഷണം നൽകുന്ന 6 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധി എന്ന് പറഞ്ഞത്. ഇനിയോ അഭിമാനം, അതും ഇസ്ലാം സംരക്ഷണം നൽകുന്ന മറ്റൊരു കാര്യമാണ്. ഒരാളുടെ അഭിമാനം നമുക്കൊരിക്കലും ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. അപ്പം അവനെങ്ങനെ ആരോപണം പറയാം? അത് അങ്ങനെ ആരോപണം പറഞ്ഞാൽ അവന് 80 അടി അടിക്കണം. ഇനി സമ്പത്തിന് സംരക്ഷണം നൽകുന്നുണ്ട്. ഒരാളുടെ സമ്പത്ത് ഇസ്ലാം സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അവൻ്റെ സമ്പത്ത് അപഹരിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല, പാടില്ല. അങ്ങനെ അപഹരിച്ചാൽ, കട്ടെടുത്താൽ അവൻ്റെ കൈ മുറിക്കും. അത് ശിക്ഷയാണ്. അവൻ മുറിക്കും എന്ന് പറഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞ ആളുകൾ എന്താവില്ല, ചെയ്യൂല, കട്ടെടുക്കൂല. പേടിപ്പിച്ച അങ്ങനെയാണല്ലോ. പിന്നെ മറ്റൊന്നാണ് ഒരാളുടെ മതം സംരക്ഷിക്കുന്നത്, വിശ്വാസം സംരക്ഷിക്കുന്നുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കുക എന്നത് ഇഹലോകത്ത് മാത്രമല്ല, പരലോകത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവനെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് കോടതി അവൻ്റെ ശിക്ഷ എടുക്കും. അപ്പോൾ അത് അവൻ്റെ മതവിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന ഒരു കാരണമാണ്.
മറ്റൊന്നാണ് കുടുംബബന്ധം. ഇസ്ലാം സംരക്ഷണം അതീവ പവിത്രത നൽകുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. വിചാരം നടത്തിക്കഴിഞ്ഞാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ, വിചാരം ഗവൺമെന്റിന്റെ മുമ്പിൽ സ്ഥിരീകരിക്കപ്പെട്ടു നിബന്ധനകൾക്ക് വിധേയമായി അവന് വിവാഹം കഴിഞ്ഞവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം. വിവാഹിതനല്ല എങ്കിൽ 100 അടി അടിച്ച് അവനെ നാട് കടത്തണം. അത് അവൻ്റെ ഒരാളുടെ എന്താ പറയുക, തറവാട് കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇസ്ലാമിൽ 6 കാര്യങ്ങൾ: ഒന്ന് മതം, മറ്റൊന്ന് കുടുംബം, മറ്റൊന്ന് ജീവൻ, അത് ഞാൻ പറഞ്ഞില്ല, ജീവൻ, ഒരാളുടെ ജീവന് സംരക്ഷണം നൽകുന്നുണ്ട്. കൊന്നു കഴിഞ്ഞാൽ, മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അത് ഇസ്ലാമിക കോടതി എന്നെ തിരിച്ചു കൊല്ലും എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഇവൻ കൊല്ലാൻ പോവില്ല. മറ്റൊരാളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് കേടുവരുത്തി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവവും കേടുവരപ്പെടും എന്ന നിയമമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളുടെ കണ്ണിന് കേടുവരുത്തി എന്ന് വിചാരിക്കും. ഒരടി അടിച്ചിട്ട് അവൻ്റെ കാഴ്ച പോയി. എന്നാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ നിയമമുള്ള സ്ഥലത്ത് നമ്മുടെ കാഴ്ചയും അതേപോലെ കളയും. അപ്പോൾ ചിലപ്പോൾ ഒരടിക്ക് പോയിട്ടില്ലെങ്കിലും എപ്പോഴാണോ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നത് അത് ഒരടിക്കും. അതിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇസ്ലാമിന് ശിക്ഷയോട് താല്പര്യമുണ്ടായിട്ടല്ല, ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നം ഉണ്ടാകും, എനിക്കും അതുപോലത്തത് അനുഭവിക്കേണ്ടി വരും എന്നറിഞ്ഞാൽ ആരെങ്കിലും തല്ലാൻ പോവില്ല, പ്രശ്നം ഉണ്ടാക്കാനും പോവില്ല, അല്ലേ? അങ്ങനല്ലേ? നമ്മളെ നാട്ടിൽ മുണ്ടിയാൽ തല്ലുണ്ടാവും. തല്ല് കിട്ടിയവന് എപ്പോഴും തല്ല് കിട്ടുകയും ചെയ്യും, തല്ല് കൊടുക്കണവന് എപ്പോഴും കൊടുക്കുകയും ചെയ്യും. കോടതിയിലും മറ്റ് കേസുകളൊക്കെ വന്നാലും അത് ഈ തല്ല് കൊടുത്തോൻ ചിലപ്പോൾ എന്ത് ചെയ്യും, കൊടുത്തോനും കൊണ്ടോനും ഹോസ്പിറ്റലിൽ പോയി കിടക്കും. അനുകൂലമായിട്ട് വരുന്നത് ചിലപ്പോൾ ഈ കൊടുത്തോനാകാം കേസ്. ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെയല്ല. എന്നല്ല പറഞ്ഞാൽ അങ്ങനെ അവരുത് ഉള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങളും കാര്യങ്ങളും. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയപ്പെട്ട ഒരാളുടെ ജീവൻ, ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ ബുദ്ധി, ഒരാളുടെ അഭിമാനം, ഒരാളുടെ കുടുംബം, സമ്പത്ത് തുടങ്ങി 6 കാര്യങ്ങൾ. പ്രധാനമായും 6 ശിക്ഷകളാണ് ഇസ്ലാമിലുള്ളത്. അത് ആ ശിക്ഷാ വിധികൾ വന്നത് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റൊരാളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അയാളെ കൊണ്ട് ഇപ്പൊ നമ്മളെ അവന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. മരിച്ചു, മറ്റേത് പിന്നെ കാണാനില്ലെങ്കിലും കാണാൻ എപ്പോഴെങ്കിലും സാധ്യത ഉണ്ട്. മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ പ്രയാസപ്പെടുത്തിയ ഒരാൾ മരണപ്പെട്ടു, അവൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാപമോചനത്തിന് വേണ്ടി, അവൻ്റെ പരലോകത്ത് ഉന്നതമായ വിജയം കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്കൊരു വിഷയം പറഞ്ഞാണ്, ഇസ്ലാമികമായിട്ടുള്ള കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഈ വിഷയം. അതിനൊരു സൊല്യൂഷൻ പറഞ്ഞതാണ്.
വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ അസീസ്ക അവിടെ നമ്മളിവിടെ ഉള്ള പോലെയാണോ? നല്ല സുഖമല്ല അവിടെ? വിദേശത്ത് നല്ല സുഖമല്ലേ പറയാ? ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, തല്ലും ഇടിയും പ്രശ്നങ്ങളും പത്രസമ്മേളനങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊന്നും ഇല്ലല്ലോ, ഹർത്താലും കാര്യങ്ങളും. അല്ല, ഈ സുഖം എന്ന് പറഞ്ഞത് വീട്ടിൽ വരുമ്പോഴുള്ള സുഖമല്ല. വീട്ടിലിപ്പോ നാട്ടില് എല്ലാവരോടും ഒപ്പം നിൽക്കലാണ് നമുക്ക് നല്ല സുഖം. ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങളില്ലല്ലോ പറയാ. എന്നാലും നമ്മളെ നാട്ടിലുള്ള പോലെ തച്ച് ശരിയാക്കുക, അടിച്ച അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ അങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടാവില്ല. പേടിയക്കാരം ഇവിടെ. അത് എന്തുകൊണ്ടാ വെച്ചാല് അത് പേടിയാണ്. അത് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് തന്നെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്താ, ഫൈന് കിട്ടും എന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ ആ നിയമം അനുസരിക്കുമല്ലോ. ഫൈന് കൊടുക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് പോകുമല്ലോ. അതെന്തിനാ ഫൈന് വെച്ചത്? എന്തിനാ? ചിലപ്പോൾ അത് ഗവൺമെന്റിന് ഒരു വരുമാനം ആയിക്കോട്ടെ വിചാരിച്ചായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് അതിന്റെ ലക്ഷ്യം എന്താ? അപകടം ഉണ്ടാവരുത്, പ്രയാസം ഉണ്ടാവരുത്, ജനങ്ങൾ അപകടത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടരുത് എന്നുള്ള നിലക്കാ. അതേപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങളും. അല്ലാതെ എന്തിനു വേണ്ടിയല്ല. ഇസ്ലാമിന് ആളുകളെ ദ്രോഹിക്കുന്നതിന് ഭയങ്കര താല്പര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനല്ല. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം മറ്റൊരാളുടെ മുതലാണ് നമ്മുടെ അടുക്കലുള്ളത് വെച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഇനിയോ കദ്ഫിന്റെ ഹദ്. കദ്ഫിന്റെ ഹദ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരോപണം നടത്തിയതിന്റെ ശിക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തതാണെങ്കിൽ, മക്കനഹു മിൻഹു, അതിനവൻ തയ്യാറാവണം, അവനെ സൗകര്യപ്പെടുത്തണം. അപ്പം ഞാൻ ഒരാളെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അപ്പം ഞാൻ കോടതിയിൽ പോയിട്ട് പറയണം, എൻ്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ ഞാൻ അവനെക്കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിനുള്ള ശിക്ഷ ഇസ്ലാമിക കോടതിയിൽ നൽകണം, അതിനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുക. എന്നിട്ട് തൗബ സ്വീകരിക്കുക. അപ്പോൾ തൗബ സ്വീകരിക്കും. അല്ലെങ്കിൽ അത് തൊലബ അഫുവഹു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് എങ്കിൽ അതിൻ്റെ അഫുവ് തേടണം. ഓൻ്റെ പൊറുക്കൽ, ഓൻ്റെ വിട്ടുവീഴ്ച, മാപ്പാക്കൽ തേടണം. വൈൻ കാനത്തു ഗീബത്തൻ, അത് ഗീബത്താണെങ്കിൽ, ആ ദോഷം എന്താണ്? ഗീബത്താണെങ്കിൽ ഇസ്തഹല്ലഹു, അവൻ അത് ഹലാലാക്കണം. മിൻഹ, ആ ഗീബത്തിൽ നിന്നും ഹലാലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് പൊരുത്തപ്പെട്ട് തരണം, ഒന്നും മനസ്സിൽ വെക്കരുത് എന്ന് അവനോട് പോയി സംസാരിച്ച് അവൻ്റെ പൊരുത്തം വാങ്ങണം. ഇതൊക്കെ ചെയ്യണം. അപ്പം ഇതാണ് 4ാമത്തെ നിബന്ധന. വയജിബു, നിർബന്ധമാണ്, ഒന്നുകൂടി പറയാണ് നിർബന്ധമാണെന്ന്, യതൂബ, അവൻ തൗബ ചെയ്യൽ, മിൻ ജമീഇ ദുനൂബി, മുഴുവൻ ദോഷങ്ങളിൽ തൗബ ചെയ്യണം. മുഴുവൻ ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യണം, എല്ലാ തെറ്റുകളും. അപ്പോൾ ഒരു സംശയം, ആ സംശയത്തിന് മറുപടിയാണ് അടുത്ത വരി. ഫൈൻ താബ, ഇനി അവൻ തൗബ ചെയ്താൽ, മിൻ ബഅദിഹ, എല്ലാ ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്തിട്ടില്ല, ചില ദോഷങ്ങളിൽ നിന്ന് തൗബ ചെയ്താൽ, സഹത്ത് തൗബത്തുഹു, അവൻ്റെ സൗബ സ്വഹീഹ് ആകും. ഇന്ദ അഹ്ലിൽ ഹഖ്, ഹക്കിൻ്റെ ആളുകളുടെ അടുക്കൽ, പണ്ഡിതന്മാരുടെ അടുക്കൽ സ്വഹീഹാകും. ഏത് വിഷയത്തിൽ? ബിൻ ദാലിക ദംബി, ആ തെറ്റിൽ നിന്നുള്ള തൗബയാവും. ആ തെറ്റിൽ നിന്നുള്ള ദോഷത്തിൽ നിന്നുള്ള തൗബയായിട്ടത് ശരിയാവും. ബഖിയ അലൈഹിൽ ബാക്കി, ബഖിയ ബാക്കിയാവും, അലൈഹി അവൻ്റെ മേൽ, അൽ ബാക്കി ബാക്കിയുള്ളത് ശേഷിക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് ഉണ്ടാവും, ബാക്കിയുള്ള അവിടെ ഉണ്ടാവും. ചെയ്യേണ്ടത് മുഴുവൻ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാണ്. ഇനി ഒരാൾ എന്ത് ചെയ്തു, ചിലതിൽ നിന്ന് തൗബ ചെയ്താൽ അത് എന്ത് ചെയ്തു, അതിൽ ശരിയാവും, ബാക്കി അവിടെ ഉണ്ടാവും.
വഖദ് തലാഹറത്ത് തീർച്ചയായും വ്യക്തമാക്കിയിരിക്കുന്നു, ദലായിലുൽ കിതാബി കിതാബിൽ നിന്നുമുള്ള തെളിവുകൾ, കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നുമുള്ള തെളിവുകൾ, വസുന്നത്തി ഹദീസിൽ നിന്നുമുള്ള തെളിവുകൾ, ഇതൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ ഇജ്മാഉൽ ഉമ്മ ഉമ്മത്തിൻ്റെ ഏകോപനവും, ഉമ്മത്ത് മുഴുവൻ ഐക്യപ്പെട്ടൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നു എന്തിൻ്റെ മേൽ? അലാ വുജൂബി തൗബത്തി തൗബ നിർബന്ധമാണ് എന്നതിൻ്റെ മേൽ. തൗബ നിർബന്ധമാണ് എന്നതിൻ്റെ മേൽ ഖുർആനിൽ നിന്ന് ഒരുപാട് തെളിവുകൾ കാണാം, ഹദീസിൽ നിന്ന് കാണാം, അതുപോലെ ഇജ്മാഉം വ്യക്തമാക്കുന്നുണ്ട്. നോക്കാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വതൂബൂ ഇലല്ലാഹി നിങ്ങൾ തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം, ജമീഅൻ മുഴുവൻ ആളുകളും, അയ്യുഹൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. എന്തിനു വേണ്ടി? ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളാവാൻ വേണ്ടി, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. അപ്പോൾ ഒരായത്ത്. മറ്റൊന്ന് വഖാല തആല അല്ലാഹു തആല പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണം, സുമ്മ തൂബൂ ഇലൈഹി പിന്നെ അവനിലേക്ക് തൗബ ചെയ്യുകയും വേണം. തൗബ ചെയ്യുകയും വേണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വഖാല തആല അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, തൗബത്തൻ നസൂഹ സമ്പൂർണമായ തൗബ, സമ്പൂർണമായ തൗബ. ഒരു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താ തൗബത്തുൻ നസൂഹ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ദോഷത്തിൽ നിന്നും തൗബ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക. ഏതുപോലെ? പാല് നമ്മൾ കറന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഔട്ടിലേക്ക് അത് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ, അതിലേക്ക് നിറക്കാൻ പറ്റില്ല. അതുപോലെ അപ്പം അത്രയും പിന്നാണ് മടങ്ങരുത്. അകിടിൽ നിന്ന് പാല് കറന്നെടുത്ത ഇതുപോലെ നമ്മൾ പിന്നെ അതിലേക്ക് മടക്കാൻ കഴിയില്ല. അതുപോലെ നമ്മൾ ദോഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അറ്റമാകണം. അങ്ങനത്തെ തൗബ ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എല്ലാവരും ഇല്ലേ? ആളുകൾ കുറവാണല്ലോ. റഷീദ് ഹദീസിലേക്ക് പോവാം. 13 വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു ഞാൻ കേട്ടു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു, യഖൂലു നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. മൊത്തം അർത്ഥം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടു.
എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി, തീർച്ചയായും ഞാൻ, അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, വഅതൂബു ഇലൈഹി, ഞാൻ തൗബയും ചെയ്യുന്നു, ഫിൽ യൗമി, ഒരു ദിവസം, അക്സറ മിൻ 70 മറത്തൻ, 70 പ്രാവശ്യത്തിലേറെ, 70 പ്രാവശ്യത്തിലധികം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യാറുണ്ട്. ഒരു തെറ്റും സംഭവിക്കാത്ത ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70-ലേറെ തവണ ഇസ്തിഗ്ഫാറും തൗബയും ഒരു ദിവസം ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. വഅനിൽ അഗർരി ബിൻ യസാരിൽ മുസനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസു, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, വസ്തഗ്ഫിറൂഹു, നിങ്ങൾ പൊറുക്കലിനെ തേടുകയും വേണം. കാരണം ഫഇന്നി, ഞാൻ, അതൂബു ഫിൽ യൗമി, ഞാൻ ഒരു ദിവസം തൗബ ചെയ്യുന്നു, 100 മറത്തിൻ, 100 പ്രാവശ്യം, ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം തൗബ ചെയ്യുന്നു. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? وعن أبي حمزة أنس بن مالك الأنصاري خادم رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ, സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, മഹാനവർകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലല്ലാഹു, തീർച്ചയായും അല്ലാഹു, ലല്ലാഹു അത് തൈക്കീദിന് വേണ്ടിയിട്ടൊരു ലാമു വന്നാണ്, തീർച്ചയായും അല്ലാഹു, അഫ്റഹു, വളരെയധികം സന്തോഷിക്കുന്നു, ബിത്തൗബത്തി അബ്ദിഹി, അവൻ്റെ അടിമയുടെ തൗബ കാരണം അല്ലാഹു സന്തോഷിക്കുന്നു, മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാളേക്കാൾ, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷമാണ് അള്ളാഹുവിനിക്ക് ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എങ്ങനെയുള്ള ഒരാളാണ്? സഖത അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫീ അർളിൻ ഫലാത്തിൻ, സഖത, അവൻ കണ്ടെടുത്തു, അലാ ബഈരിഹി, അവൻ്റെ ഒട്ടകത്തിനെ. എങ്ങനെയുള്ള ഒട്ടകം? വഖദ് അളല്ലഹു, ആ ഒട്ടകം പിഴച്ചുപോയി, ഫി അർളിൻ ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ, ഒരു മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റിപ്പോയ ഒട്ടകത്തിനെ വീണ്ടെടുക്കുന്ന സമയത്ത് ഒരു അടിമക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ, അതിനേക്കാൾ വലിയ സന്തോഷം ഒരു അടിമ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ട്. കൂടി പറയാം, ലല്ലാഹു, തീർച്ചയായും അള്ളാഹു, അഫ്റഹു, അവൻ സന്തോഷിക്കുന്നു, ബി തൗബത്തി അബ്ദിഹി, അവൻ്റെ അടിമയുടെ തൗബ കൊണ്ടവൻ സന്തോഷിക്കുന്നു, മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാളേക്കാൾ. എങ്ങനെയുള്ള ഒരാളാണ്? സഖത അലാ ബഈരിഹി, അവൻ ആ ഒട്ടകത്തിനെ, അവൻ്റെ ഒട്ടകത്തിനെ കണ്ടെടുത്തു,
എങ്ങനെയുള്ള ഒട്ടകം? വഖദ് അളല്ലഹു, ആ ഒട്ടകം അവനെ പിഴപ്പിച്ചു, ഫി അർദിൻ ഫലാത്തിൻ, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വഴിതെറ്റിപ്പോയ ഒട്ടകത്തെ കണ്ടുകിട്ടിയാൽ ഒരു അടിമക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് അള്ളാഹുവിനിക്ക് ഒരാൾ തൗബ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അത് ആ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിന് എത്ര താല്പര്യം ഉണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഇമേജ് തന്നിട്ട് പറയാം. മുത്തഫഖുൻ അലൈഹി വഫീ റിവായത്തിൻ ലിമുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ ഇനി പറയാൻ പോകുന്ന രൂപത്തിലാണ്, കുറച്ചും കൂടി വിശദീകരിച്ചുകൊണ്ട്. ലല്ലാഹു അശദ്ദു ഫർഹൻ, വളരെ അധികം സന്തോഷിക്കുന്നു, തീർച്ചയായും അള്ളാഹു വളരെ അധികം സന്തോഷിക്കുന്നു, ബിത്തൗബത്തി അബ്ദിഹി, അവൻ്റെ അടിമ തൗബ ചെയ്തത് കാരണമായി, ഹീന യതൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സമയം, തൗബ ചെയ്യുന്ന സമയത്ത് ആ തൗബ ചെയ്തത് കാരണമായി അള്ളാഹു വളരെ അധികം സന്തോഷിക്കുന്നു. മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാളേക്കാൾ, കാന, അവനായിരുന്നു, ഇങ്ങനെയുള്ള ഒരാളാണ്, അല റാഹിലത്തിഹി, അവൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തായിരുന്നു, ബി അർലിൻ ഫലാത്തിൻ, വാഹനം, അവൻ്റെ വാഹനം, അതായത് ഒട്ടകം, അവൻ്റെ വാഹനം ഒട്ടകത്തിൻ്റെ യാത്രക്ക് വേണ്ടി തയ്യാർ ചെയ്ത വാഹനത്തിൻ്റെ അരികിലായിരുന്നു അവൻ. എവിടെ? ബി അർലിൻ ഫലാത്തിൻ, വിജനമായ ഒരു ഭൂമിയിൽ, ഒരു മരുഭൂമിയിൽ. അങ്ങനെ ഫംഫലതത് മിൻഹു, നഷ്ടപ്പെട്ടു, അവനിൽ നിന്നും നഷ്ടപ്പെട്ടു. എന്ത്? ആ ഒട്ടകം നഷ്ടപ്പെട്ടു, വാഹനം നഷ്ടപ്പെട്ടു. വഅലൈഹ, ആ ഒട്ടകത്തിൻ്റെ മേലുണ്ട്, ത്വആമുഹു, അവൻ്റെ ഭക്ഷണമുണ്ട്, വശറാബുഹു, അവന് കുടിക്കാനുള്ള വെള്ളവുമുണ്ട്. അപ്പം അവന് കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവുമൊക്കെ ആ വാഹനമാകുന്ന ഒട്ടകപ്പുറത്താണുള്ളത്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ആ ഒട്ടകം അവൻ്റെ അടുത്ത് നിന്നും നഷ്ടപ്പെട്ടു. അങ്ങനെ ഫഅയിസ മിൻഹ, അവൻ ആ ഒട്ടകത്തെ കണ്ടുപിടിക്കുന്നതിൽ നിന്നും നിരാശനായി, കിട്ടിയില്ല. ഐസ, അവൻ നിരാശനായി, മിൻഹ, ആ ഒട്ടകത്തെ കണ്ടുപിടിക്കുന്നതിൽ നിന്നും നിരാശനായി. അങ്ങനെ ഫഅതാ ശജറത്തൻ, അവൻ ഒരു മരത്തിൻ്റെ അരികിലേക്ക് ചെന്നു. അങ്ങനെ ഫൽതജഅ, അവൻ ചാഞ്ഞു കിടന്നു, ഫീ ളില്ലിഹ, ആ മരത്തിൻ്റെ തണലിൽ അവൻ ചാഞ്ഞു കിടന്നു. വഖദ് അയസ മിൻ റാഹിലതിഹി, അവൻ്റെ ഒട്ടകത്തിൽ നിന്നും ആശ അറ്റുകൊണ്ട്, നിരാശനായിക്കൊണ്ട്, ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ കിടന്നു. ഫബൈനമാ ഹുവ കദാലിക്, കാര്യം അങ്ങനെയായിരിക്കെ ഇദാ ഹുവ, ആ സമയത്ത്, ഹുവ, അവനുണ്ട്, ബിഹ, ആ ഒട്ടകത്തിൻ്റെ അടുക്കൽ, കായിമത്തൻ നിന്തോ, ആ ഒട്ടകം അവൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പ്രയാസപ്പെട്ട് ഒരു മരത്തിൻ്റെ തണലിങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ വിശ്രമിച്ചിരിക്കരുത്. ആകെ മൂടുപോയി, ഇനിയൊന്നും ഭക്ഷണമില്ല, വെള്ളമില്ല, ആളുമില്ല, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് ആ മരത്തണലിൽ കിടക്കുന്ന അദ്ദേഹം അല്പസമയം കഴിഞ്ഞപ്പോണ്ട് അവൻ്റെ മുമ്പിൽ ആ ഒട്ടകം വന്നു നിൽക്കുന്നു. ഫഅഖദ ബിഖിത്വാമിഹ, അങ്ങനെ അതിൻ്റെ കടിഞ്ഞാണിൽ ഇവൻ പിടിച്ചു, ഒട്ടകത്തിൻ്റെ
ഖിതാം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൻ പിടിച്ചു. തുമ്മ ഖാല, പിന്നെ അവൻ പറഞ്ഞു, മിൻ ഷിദ്ദത്തിൽ ഫറഹ്, അതിയായ സന്തോഷത്തോടുകൂടെ, ശക്തമായ സന്തോഷത്തോടുകൂടെ അവൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത റബ്ബ് അബ്ദീ വ അന റബ്ബുക. നേരെ തെറ്റിച്ചു പറഞ്ഞു. സന്തോഷമാകുമ്പോൾ, ഭയങ്കര സന്തോഷമാകുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ചില പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയാം. അതേപോലെ അല്ലാഹുമ്മ അൻത, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ റബ്ബുമാണ്. അഖ്ത, അവൻ പിഴച്ചു പറഞ്ഞു, മിൻ ഷിദ്ദത്തിൽ ഫറഹി, സന്തോഷം കഠിനമായ കാരണത്താൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പോൾ അവന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷമുണ്ടാകുന്ന വ്യക്തിയേക്കാൾ വളരെയധികം അള്ളാഹു സന്തോഷിക്കുന്നു ഒരു അടിമ അവനോട് തൗബ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? നോക്കാം. 16 ഇതും കൂടി പറയാം. വഅൻ അബി മൂസ അബ്ദില്ലാഹി ബിൻ ഖൈസിൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഖാല, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, യബ്സുതു യദഹു, അവൻ്റെ കൈകൾ നീട്ടുന്നു, പറഞ്ഞാൽ കാരുണ്യം ചെയ്യുന്നു എന്നർത്ഥം. അല്ലാഹുവിനക്ക് കൈ, അങ്ങനെ നമ്മൾ അവയവങ്ങൾ, നമ്മുടെ അവയവം പോലത്തെ അവയവമൊന്നും അള്ളാഹുവിനക്ക് ഉണ്ടാവില്ല. സൃഷ്ടികളിൻ്റെ ഒരാൾക്കും യോജിക്കാത്തവനാണ് അള്ളാഹു. സൃഷ്ടികളിന് പൂർണ്ണമായും എതിരായവനാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ നീട്ടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹം ചൊരിയുന്നു, രാത്രിയിൽ അനുഗ്രഹം ചൊരിയുന്നു. എന്തിനു വേണ്ടി? ലിയതൂബ മുസീഉൻ നഹാർ, പകൽ സമയത്ത് ദോഷം ചെയ്തവർ തൗബ ചെയ്യാൻ വേണ്ടി. പകൽ സമയത്ത് ദോഷം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു രാത്രിയിൽ അനുഗ്രഹം വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ വയബ്സുതു യദഹു ബിന്നഹാരി, പകലിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ചെയ്ത ദോഷം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി. രാത്രിയിൽ ചെയ്ത തൗബ, ആ രാത്രിയിൽ ദോഷം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി പകൽ സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്നറിയുമോ? ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നത് വരെ. പടിഞ്ഞാറ്, അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ രാത്രി സമയം, പകൽ സമയത്ത് ദോഷം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ രാത്രി സമയം ദോഷം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പകൽ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം സദാ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതിൻ്റെ അതേ ആശയം തന്നെ രണ്ടാം ഹദീസ്, അതും കൂടി പറയാം. 17
വൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഒരാൾ താപ അവൻ തൗബ ചെയ്തിരിക്കുന്നു ഖബ്ല അൻ തത്ലു അശംസു സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് മിൻ മഗ്രിബിഹ പടിഞ്ഞാറ് നിന്നും സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. റവാഹു മുസ്ലിം. അതേ ആശയം തന്നെ അടുത്ത ഹദീസും. വൻ അബി അബ്ദുറഹ്മാൻ അബ്ദില്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല അസ്സ വജല്ല യഖ്ബലു അവൻ സ്വീകരിക്കുന്നു തൗബത്തൽ അബ്ദി അടിമയുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നു മാലം യുഗർഗിർ അവൻ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന അവസ്ഥയിൽ അല്ലാതിരിക്കുമ്പോൾ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അവൻ്റെ തൗബയെ അള്ളാഹു, ഒരു അടിമയുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ റവാഹു തിർമുദിയു വഖാല ഹദീസുൻ ഹസനുൻ. ഇത് ഹസനായ ഹദീസാണ് എന്ന് തിർമുദി ഇമാം പറയുകയും ചെയ്തു. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ റിവായത്ത് ചെയ്ത മുഴുവൻ ആളുകളും നീതിമാന്മാരും അതുപോലെ പരമ്പരയിൽ ഒരാളും ഒറ്റപ്പെടാതെയും പൂർണ്ണമായി എല്ലാം പെർഫെക്റ്റായ ഹദീസിനാണ് സ്വഹീഹ് എന്ന് പറയാം. അത് സ്വഹീഹുല്ലി ദാത്തുണ്ട്, സ്വഹീഹുല്ലി ഗൈറുണ്ട്, ഹസനുല്ലി ദാത്തുണ്ട്, ഹസനുല്ലി ഗൈറുണ്ട്, ലഈഫുണ്ട്. ഇങ്ങനെ 5 തരം ഹദീസുകളാണുള്ളത്. ഈ മഖ്ബൂലായ ഹദീസുകളെ പറയുന്നു കേട്ടോ, സ്ഥിരീകരിക്കപ്പെടുന്ന ഹദീസുകൾ. അപ്പോൾ അതിൽ സ്വഹീഹുല്ലി ദാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റായ ഹദീസ്. അതിലൊരാളും തന്നെ സ്വീകരിക്കപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല. എല്ലാ റാവിമാരും പെർഫെക്റ്റ് ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരോ സ്വഹാബത്തിന് ശേഷം സ്വഹാബത്തിനെ കണ്ടവരോ അവർക്ക് ശേഷം അവരെ കണ്ടവരോ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരോ അങ്ങനെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ഷർത്ത് വെക്കൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് സ്വഹീഹിനിക്ക്, പിന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണെന്ന് പറയാൻ കാരണം. സ്വഹീഹുൽ മുസ്ലിമിനേക്കാളും പ്രഥമ സ്ഥാനമുള്ള കിതാബാണ് സ്വഹീഹ് ബുഖാരി. ഹസൻ എന്ന് പറഞ്ഞാൽ അത്ര പവർ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ ഹസനും സ്വഹീഹും എന്നൊക്കെ പറയും. അത് രണ്ടും ആപേക്ഷികമായ രൂപത്തിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആ മീനിങ്ങിൽ നടത്തും. ഹസൻ എന്ന് പറഞ്ഞാൽ ഹസനുല്ലി ദാത്തും, സ്വഹീഹു എന്ന് പറഞ്ഞാൽ സ്വഹീഹുല്ലി ഗൈറും. വേറെ ചില കാരണങ്ങളെ കൊണ്ട് സ്വഹീഹായി. ഹസനുല്ലി ദാത്ത് എന്ന് പറഞ്ഞാൽ വേറെ ചില സ്വന്തമായിട്ട് തന്നെ ഹസനായി എന്നുള്ള ഒരു രൂപത്തിലാണ് പറയാം. ലഈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹസനും അല്ല സ്വഹീഹും അല്ല. അത് അതേ ആശയത്തിൽ മറ്റ് ഹദീസുകളുണ്ടാവും. അതുപോലെ ചില റാവിമാർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും.
അപ്പോൾ ഓർമ്മക്കുറവുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ അത് ആശയം പറയുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ അതേ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്ന ആളുകളുണ്ടാവും. ഈ ലഈഫ് കൊണ്ട് ഒരു അമലും ഒരു മതപരമായ തീരുമാനങ്ങളും പറയരുത് എന്നാണ്. മതപരമായ വിധികൾ ലഈഫായ ഹദീസ് കൊണ്ട് പറയരുത്. അത് സ്വഹീഹ് ഹസന് പോലത്തെ ഹദീസുകളെ കൊണ്ടായിരിക്കും മതപരമായ ഒരു വിധി മുജ്തഹിദുകളായ, നമ്മളല്ല കേട്ടോ, മുജ്തഹിദുകളായ ഗവേഷണ യോഗ്യരായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ തെളിവ് പിടിക്കുക. സ്വഹീഹും ഹസനും പോലത്തെ ഹദീസുണ്ട്, ലൈഫ് കൊണ്ട് ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ വിശദീകരിച്ച് ഹദീസ് നിദാന ശാസ്ത്രം നമ്മൾ ലളിതമായിട്ടൊന്ന് പരിചയപ്പെടും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ശേഷം വരുന്നുണ്ട്. കുറച്ച് ഹദീസ് ഓതിക്കഴിഞ്ഞാൽ നമ്മളത് ഓതും. അപ്പോൾ ഓരോന്നും ഇത് ഞാനിപ്പോൾ പറഞ്ഞ 5 ഐറ്റം ഹദീസുകൾ ഇത് മാത്രമല്ല, അത് പലതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ചില ഹദീസുകൾ മൗലു ആയ ഹദീസ് അങ്ങനെയുണ്ട്, മുൻകറായ ഹദീസ് ഉണ്ട്, മർഫു ആയ ഹദീസ് ഉണ്ട്, മുത്തസിലായ ഹദീസ്, അങ്ങനെ പല പല പേരുകളുണ്ട്. പലതിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളിപ്പോൾ പറയല്ലോ പാലക്കാട്ടുകാരനാണ്, മണ്ണാർക്കാട്ടുകാരൻ, എന്നെക്കുറിച്ച് തന്നെ പാലക്കാട്ടുകാരനാണെന്നും പറയും, മണ്ണാർക്കാട്ടുകാരനാണെന്നും പറയും, ഉസ്താദാണെന്ന് പറയും, ഇന്ത്യക്കാരനാണെന്ന് പറയും, പുരുഷനാണെന്ന് പറയും, കണ്ണട ധരിച്ച ആളാന്ന് പറയും. അതൊക്കെ ഓരോ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ പറയാം. അങ്ങനെ വിഭജിച്ചതാണ് നമ്മൾ. സ്വഹീഹാണ്. ഹസനായ ഹദീസാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഹസനായ ഹദീസും സ്വഹീഹ് എന്ന് പറയും. അത് ഏതടിസ്ഥാനത്തിൽ? ഹസനുല്ലി ദാത്തും സ്വഹീഹുല്ലി ഗൈറും, അത് രണ്ടും ഒന്നാണ്. ഹസനുല്ലി ദാത്തും സ്വഹീഹുല്ലി ഗൈറും അങ്ങനെയും പറയും. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞത് നമ്മൾ തൗബയുമായി ബന്ധപ്പെട്ടതാണ്. തൗബ 2 ഐറ്റം ദോഷങ്ങളുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന ദോഷമുണ്ട്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റുകളുണ്ട്. രണ്ടിനും ശിക്ഷ തരുന്നത് അള്ളാഹു തന്നെ. രണ്ടും അള്ളാഹു വിരോധിച്ച കാര്യം തന്നെയാണ്. പക്ഷേ സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യണമെങ്കിൽ 4 നിബന്ധനകളുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്കാണെങ്കിൽ 3 നിബന്ധനകളാണ്. ഒന്ന്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മൾ അവസാനിപ്പിക്കുക. കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച തെറ്റുകളുടെ മേൽ ഖേദം പ്രകടിപ്പിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഈ മൂന്നെണ്ണമാണ്. പിന്നെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആരോടാണോ ദോഷം ചെയ്തത് അവനെ പോയി സമാധാനിപ്പിച്ച് പൊരുത്തം വാങ്ങുക. അവൻ്റെ മുതലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തിരിച്ചു കൊടുക്കുക. അവന് വല്ല ആരോപണം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്താണോ അത് ഏറ്റുവാങ്ങുക. ഗീബത്തും നമീമത്തും പറഞ്ഞതാണെങ്കിൽ അവൻ്റെ പൊരുത്തം വാങ്ങുക. ഇതൊക്കെ ചെയ്ത് പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ചടങ്ങല്ലേ ഇത്, അല്ലേ? ഒരു ചടങ്ങായിട്ട് പറയാനല്ലേ? പറയണം. അത്
പറയാ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ചിപ്പോൾ ഓർമ്മയല്ല, കുറേ ചിലതൊക്കെ ഓർമ്മയുണ്ട്, അതൊക്കെ എനിക്ക് പൊരുത്തപ്പെടണം പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവനെ കൂടി പൊരുത്തമാണ്. മറ്റേതൊരു ചടങ്ങ് പോലെ പറയും, എന്തെല്ലാം ഉണ്ടെങ്കിലും ഒക്കെ പൊരുത്തപ്പെടും കേട്ടോ, ഇജ്ജ് ചെയ്തോ ഞാനും പൊരുത്തപ്പെട്ടുക്കണു. എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടുക്കണു. എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇജ്ജും പൊരുത്തപ്പെടുക, അതൊരു സുഖമുള്ള പറച്ചിലില്ല. അവനോട് പറയാം എന്താ പറ്റിയെന്ന് വെച്ചാൽ അതാണ് ഇസ്തഹല്ലഹു എന്നാണ് പറഞ്ഞത്. ഇസ്തഹല്ലഹു മിൻഹ, ആ ദോഷത്തിൽ നിന്ന് അവനെ ഹലാലാക്കണം. ഹലാലാക്കണം എന്താ, അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഇജ്ജത് എനിക്ക് പൊരുത്തപ്പെട്ടിട്ട് തരണം, അതിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത് നബീമത്ത് പറഞ്ഞത് നീ എനിക്ക് പൊരുത്തപ്പെടണം എന്നവനോട് പറഞ്ഞ് സമ്മതാക്കിയിട്ട് വരണം, നമ്മളെ പൂർണ്ണമാകുക. അതാണ് നമ്മൾ നബിതങ്ങൾ ചെയ്ത പോലെ ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞു. നബിതങ്ങൾ ഒരു ദിവസം 70-ലേറെ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തല്ലോ, അതേപോലെ നമ്മളും ചെയ്യാം. അള്ളാഹു റഹീമാണല്ലോ, റൌഫാണല്ലോ, കുറേയൊക്കെ പൊരുത്തപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് നമ്മൾ വിചാരിക്കുക, എന്നിട്ട് നമ്മൾ നല്ലത് വിചാരിച്ചിരിക്കുകയല്ല, ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ നമുക്ക് ഓർമ്മ വരുന്നതിൽ നിന്ന് പൊരുത്തപ്പെടിയിക്കുക. അപ്പോൾ ഓർമ്മ വന്നാൽ നമ്മൾ അതും പിന്നെ പൊരുത്തപ്പെടിയിക്കുമല്ലോ, പടച്ച റബ്ബിനെ അറിയാലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു അഫ്വ് ചെയ്തു തരും. പിന്നെ പലതും ചില നമ്മുടെ ഇതനുസരിച്ച് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പലതും ഉണ്ടാവും, തെറ്റ് വൻദോഷങ്ങളല്ലാത്ത ചെറിയ ദോഷങ്ങളൊക്കെ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ, മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിൻ്റെ അവയവങ്ങൾ, മുഖത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹു പുറത്തു തരും എന്നൊക്കെ ഉണ്ടല്ലോ. കണ്ണുകൊണ്ട് ചെയ്ത ഹറാമായ കാര്യങ്ങൾ, ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്മകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക, നല്ല നല്ല നന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കും എന്നും കാണാം. അതെ, കുറേ നന്മയുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ റജബാണ്, റമദാൻ വരുന്നു. റമദാൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട സമയങ്ങൾ വരും. വെള്ളിയാഴ്ച വരും, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയം വരും. ഒറ്റ തറാവീഹ് ക്ലിയറായിട്ട് നമ്മൾ നിസ്കരിച്ചാൽ അവൻ്റെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്. നല്ല നിലക്ക് നല്ല നിയത്തോടു കൂടെ മറ്റൊരു റിപ്പോർട്ട് നോമ്പ് നോറ്റാലും കൂടി ഉണ്ട്. നോമ്പെടുത്താലും ആ പവർ കിട്ടും, നോമ്പെടുത്താലും. അത് ശ്രദ്ധിക്കുക, അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, വെള്ളിയാഴ്ചകൾ ഉപയോഗപ്പെടുത്തുക, സ്വലാത്തുകൾ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇനി അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ദൃഢമായിട്ട് പ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ ചെയ്തു പോയ, സംഭവിച്ചു പോയ പല കാര്യങ്ങളും എന്താ പറഞ്ഞേ, നന്മകള്
ആ നന്മകളുടെ എണ്ണം എടുക്കാതെ ഇരുന്നാൽ അതെ അതെ നമ്മൾ നമുക്കൊരു ഒരു ചിന്ത വരരുത്. എന്താ അതിപ്പോ കുറേയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളൊരു ചിന്ത വരരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ല ആലോചന അടക്കം ഇബാദത്താണല്ലോ, നല്ല നല്ല ആലോചനകൾ. അപ്പം അത്തരം കാര്യങ്ങൾ ഒക്കെ ചെയ്യാം.